कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम हरे कृष्ण ഈ ചടങ്ങിൻ്റെ പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കലാമണ്ഡലം ഹൃദ്യാരാജനെ ക്ഷണിച്ചു കൊടുക്കുന്നു. സത്യമാകുമീ ജീവിതത്തിൻ്റെ ഹോമകുംഭത്തിലേകുവാൻ അക്ഷരമിടാമെന്മനം അതിലായിരം തേനാളമൊന്നിലെ മമേ സ്വധർമ്മമേ തൊട്ടുണർത്തുന്ന പൂക്കളാക്കിടാമിൻ സ്വരം അതിലായിരം പൂവിതളിനുള്ളിലെ ധർമ്മ വള്ളവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ ഈ ധാർമ്മിക യജ്ഞം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. വള്ളുവനാട് എന്ന പദം, ആ ദേശം ഭാരതപ്പുഴയുടെ നദീതടമാണ്. മുഴുവൻ ഭാരതത്തിലും ഭാരതത്തിൻ്റെ പേരിലുള്ള ഏക നദിയാണ് ഭാരതപ്പുഴ. ഇന്നത്തെ കാലമൊക്കെ നമ്മൾ കഴിയുന്നത്ര സങ്കുചിതമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോന്നും മറ്റിൽ നിന്ന് വേറിട്ടമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ വിഘടിക്കാൻ വേണ്ടി, ഛിദ്രമുണ്ടാകാൻ വേണ്ടി പലരും പലതരത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഭാരതത്തിൻ്റെ പൂർവാചാര്യന്മാർ നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത്. എല്ലാവരെയും ഒന്നായി നിർത്താൻ വേണ്ടിയിട്ട്, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട്. ആ എല്ലാവരും എന്ന് പറയുന്നതിൽ മനുഷ്യർ മാത്രമല്ല, പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമ്മുടെയൊക്കെ നവരാത്രിക്ക് തൊട്ട് മുമ്പായിട്ട് ഉത്തരഭാരതത്തിൽ മഹാലയപക്ഷം എന്ന് പറയുന്ന പിതൃപക്ഷമാണ്. ആ പിതൃപക്ഷത്തിൽ അമാവാസിക്ക് അവസാനത്തെ ദിവസം മഹാലയ ശ്രാദ്ധം ചെയ്യുമ്പോൾ ശ്രാദ്ധത്തിൽ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ പൂർവികർക്കാണ് ബലിതർപ്പണമൊക്കെ ചെയ്യുക. പക്ഷേ ആ മഹാലയ ശ്രാദ്ധത്തിൻ്റെ സങ്കല്പത്തിൽ രൂപമില്ലാത്തവർക്ക്, അനാഥർക്ക്, ബന്ധുക്കളില്ലാതെ പോയവർക്ക്, മക്കളില്ലാതെ പോയവർക്ക്, അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ പല 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 ശ്രേണിയിൽപ്പെട്ട പലർക്കായിക്കൊണ്ടായിട്ടാണ് സങ്കല്പം ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദകം നൽകുമ്പോഴുള്ള പ്രാർത്ഥന അതീതകുലകൂടീനാം സപ്തദ്വീപദിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു എന്നാണ്. ഈ സപ്തദ്വീപുകളായിട്ട് കിടക്കുന്ന ഭൂമിയിലെ കോടിക്കണക്കിന് കുലങ്ങളിലുള്ള എല്ലാ പ്രാണികൾക്കും ഞാൻ ഈ ഉദകം സമർപ്പിക്കുന്നു, അതെല്ലാം അക്ഷയമായി ഇരിക്കട്ടെ എന്ന്.
പ്രപഞ്ചത്തിലെ എല്ലാം അക്ഷയമായി നിലനിന്നാലാണ്, അതിലാണ് നമ്മുടെ ശ്രേയസ്, നമ്മുടെ മുന്നോട്ട് പോക്ക്, നമ്മുടെ നിലനിൽപ്പ് എന്ന് തിരിച്ചറിഞ്ഞ ഋഷീശ്വരന്മാരാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ആചാര പദ്ധതികൾക്ക് രൂപം നൽകിയത്. അതാണ് നമ്മുടെ ഋഷീശ്വരന്മാരുടെ സങ്കല്പം. ആ സങ്കല്പം വെറുതെ അങ്ങനെ ഉണ്ടായതല്ല. അവരുടെ തപസ്സിൻ്റെ ഫലമായിട്ട് ഈ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ നിലനിൽപ്പിനെ സുസ്ഥിരമാക്കാനും കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാനും വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളിൽ അവനവൻ്റെ സ്വാർത്ഥതയോ മറ്റു താല്പര്യങ്ങളോ എല്ലാം കടന്നുകൂടിക്കൊണ്ടാണ് ഈ ഛിദ്രതയെ അല്ലെങ്കിൽ വിഘടിച്ചു പോകുന്നതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലത്താണ് നമ്മൾ നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് കൂടുതൽ ഓർക്കേണ്ടത്. ഞാനൊരു വൃക്ഷം, മഹാവൃക്ഷമാണ് നമ്മൾ കാണുന്നതെല്ലാം. അതിൻ്റെ തടിയാണ്, ശിഖരങ്ങളാണ്, ഇലകളാണ്, അതിൽ വന്നിരിക്കുന്ന കിളികളാണ്, അതിൻ്റെ ഫലങ്ങളാണ്, ഒക്കെയാണ്. പക്ഷെ ആ വൃക്ഷം നിലനിൽക്കുന്നതിൻ്റെ ബലം അതിൻ്റെ വേരുകളാണ്. വേരുകൾ ശക്തമാണെങ്കിൽ മാത്രമാണ്, ആ വേരിൻ്റെ ശക്തി അനുസരിച്ചിട്ടാണ് ആ വൃക്ഷം നിലനിൽക്കുന്നത്. എത്ര വലുതാകുന്നു എന്ന് വരുന്നത്, ആ വലിപ്പത്തെ താങ്ങാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം സമൃദ്ധിയോടുകൂടി നിലനിൽക്കുന്നത്, എത്രത്തോളം ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുന്നതൊക്കെ ഇതിൻ്റെ വേരിൻ്റെ കരുത്തിനെ ആധാരമാക്കിയിട്ടാണ്. അപ്പം നമ്മുടെ വേര് എന്ന് പറയുന്നത് നമ്മുടെ ഈ മണ്ണിൻ്റെ സംസ്കൃതിയാണ്. ആ വേര് മുറിച്ചു മാറ്റാൻ, ആ വേരിനെ ക്ഷയിപ്പിക്കാൻ, വേരിനെ ദ്രവിപ്പിക്കാൻ ഒക്കെയാണ് ഈ ധർമ്മത്തെ ഇല്ലാതാക്കണം എന്ന് കരുതിയിരുന്നിരുന്ന എല്ലാ കാലത്തുമുള്ള അധിനിവേശ ശക്തികൾ ശ്രമിച്ചത്. നമുക്ക് അറിയില്ല നമ്മുടെ ശക്തി എന്താണ്, നമുക്ക് എവിടെ നിന്നാണ് ശക്തി വരുന്നത്, നമുക്ക് ഊർജം എവിടെ നിന്നാണ് ഉണ്ടാവണമെന്നുള്ളത് നമുക്കറിയില്ല. ഇത് നിർത്തി പറഞ്ഞാൽ നമുക്കിത് അറിയാതെ കിട്ടുന്നതാണ്. പൂർവാചാര്യന്മാർക്കറിയാമായിരുന്നു, നമ്മുടെ കാരണവന്മാർക്കറിയാമായിരുന്നു. അവരിൽ നിന്ന് പകർന്ന് നമുക്കറിയാതെ, നമുക്ക് അധ്വാനിക്കാതെ വന്നു ചേർന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് അതിൻ്റെ മൂല്യം നമുക്കറിയില്ല. പക്ഷെ ഇതിനെ നശിപ്പിക്കണം എന്നറിയുന്നവർ എപ്പോഴും അന്വേഷിക്കുക ഇതിൻ്റെ കരുത്തിൻ്റെ ആധാരം എവിടെയാണ്. അങ്ങനെ നമ്മുടെ വേരുകളിൽ നിന്ന് പറിച്ചറിയാൻ, നമ്മുടെ വേരുകളെ ക്ഷയിപ്പിക്കാൻ, ദ്രവിപ്പിക്കാനൊക്കെ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അത് എത്രത്തോളം സൂക്ഷ്മമാണ് എന്ന് ചിന്തിക്കുന്നതാണെങ്കിൽ, കേരളത്തിൻ്റെ ചക്രവർത്തിമാരിൽ അവസാനത്തെ ചക്രവർത്തി ചേരമാൻ പെരുമാൾ നായനാർ, അദ്ദേഹത്തിൻ്റെ ശിവഭക്തിയുടെ അത്യുന്നതിയിൽ ഉടലോടുകൂടി കൈലാസാരോഹണം ചെയ്യുകയാണ് സുന്ദരമൂർത്തി നായനാരുടെ ഒപ്പം. ആ ദിവസത്തിൻ്റെ ഓർമ്മയുണർത്തിക്കൊണ്ട് നടക്കുന്ന അനുഷ്ഠാനം അന്ന് തൊട്ട് ഇന്ന് വരെ ഒരിക്കലും മുറിഞ്ഞു പോകാതെ നമ്മുടെ കേരളത്തിൽ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തർ അവിടെ അതിനുവേണ്ടി വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഏത് ശിവക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ കാണുന്ന നായനാർമാരുടെ വിഗ്രഹത്തിൽ ചേരമാൻ പെരുമാൾ നായനാരുടെ വിഗ്രഹവും കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ ചില പുസ്തകങ്ങളിൽ മാത്രമല്ല, നമ്മുടെ അനുഷ്ഠാനങ്ങളിലെ ഗീതങ്ങളിൽ പോലും, വിളിച്ചു ചൊല്ലലുകളിൽ പോലും ആ പെരുമാൾ മതം മാറി മുസ്ലിമായി മക്കത്ത് പോയി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഉത്തര മലബാറിലെയൊക്കെ തെയ്യത്തിൻ്റെ തോറ്റം പാട്ടുകളിൽ വരെ ഈ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം തിരികെ കയറിയിട്ടുണ്ട്. പലപ്പോഴും അത്തരത്തിൽ ധർമ്മത്തെ ഉപേക്ഷിക്കുന്നതിനൊക്കെയുള്ള ഒരു ന്യായീകരണമൊക്കെ ആയിട്ട് അത്തരം ശ്രമങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ഉദാഹരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ പലപ്പോഴും പല ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഭവിഷ്യപുരാണം അടക്കമുള്ള ഇതിഹാസ കൃതികളിലൊക്കെ വന്നിരിക്കുന്ന കൂട്ടിച്ചേർക്കലുകളും വളച്ചൊടിക്കലുകളുമൊക്കെ. അതൊക്കെ പൊതുവിലുള്ള കാര്യമാണെങ്കിലും ഏറ്റവും സൂക്ഷ്മമായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വേരുകളിലേക്ക് വള്ളുവനാട്ടിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് വള്ളുവനാട് ഹിന്ദുധർമ്മ പരിഷത്ത് എന്ന് പറയുന്നത് നമ്മൾ വിശാലമായി ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ കേരളീയ സംസ്കൃതിയുടെ ഹിന്ദുധർമ്മ പരിഷത്തായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയണം.
ഇപ്പോൾ ഭാരതപ്പുഴയെക്കുറിച്ച് പറഞ്ഞു. മുഴുവൻ ഭാരതത്തിലും ഭാരതത്തിൻ്റെ പേരിലുള്ള നദിയാണ്. അത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്ത് ത്രിമൂർത്തി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതായത് അത്രി അനസൂയ മഹർഷിമാരുടെ തപോഭൂമിയായിരുന്ന അവിടെ അനസൂയാദേവിയുടെ അടുത്ത് ത്രിമൂർത്തികൾ ഭിക്ഷയച്ചു വന്നു. അങ്ങനെ ത്രിമൂർത്തികൾക്കും ഭിക്ഷ നൽകിയത് കൊണ്ട് അന്നപൂർണയുടെ പൂർണ്ണപ്രഭാവമുള്ള ത്രിമൂർത്തി മലകളിൽ നിന്ന് സപ്തനദികളെ പ്രതികരിച്ചിട്ടുള്ള 7 അരുവികളായിട്ടാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ആ ഭാരതപ്പുഴയുടെ തീരത്താണ് ഇന്ന് നമ്മൾ പഴയ കാലത്ത് ഗോകർണം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്തിരുന്ന കേരളത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളുടെയും ഈറ്റില്ലമോ കളിത്തൊട്ടിലോ ഒക്കെ ഭാരതപ്പുഴയുടെ നദീതടത്തിൽ. ഭാരതപ്പുഴ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ കാശിയിൽ പാതി എന്ന് പറയുന്ന കൽപ്പാത്തി, അത് കഴിഞ്ഞ് വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു മന്ത്ര പാരമ്പര്യം അല്ലെങ്കിൽ താന്ത്രിക പാരമ്പര്യം എന്നൊക്കെ പറയും. മലബാര സമ്പ്രദായത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള കല്ലടിക്കോട് മലബാരം, ഒരു ഭാഗത്ത് പാഞ്ഞാള് യാഗഭൂമിയായിട്ടുള്ള പാഞ്ഞാളും മറ്റും, ഇപ്പുറത്ത് കൂടല്ലൂർ കളരി പോലെ പഴയ കാലത്ത് നമ്മൾ ഭാരതത്തിൻ്റെ വിശ്വവിദ്യാലയം നളന്ദ എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ വലിയ പാഠശാലകളിലൊന്നായിരുന്ന കൂടല്ലൂർ കളരി, അത് കഴിഞ്ഞ് പട്ടാമ്പിയിലുള്ള വിദ്യാകേന്ദ്രം. കലകളെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളിനേഴി പോലുള്ള